സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങും സത്യമല്ലേ? ഞാൻ 3 ജില്ല ചേർക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ചേർക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. സ്ഥലം വാങ്ങാൻ കിട്ടുന്നില്ലേ? എല്ലാം ഉണ്ട്. പിന്നെ എന്താ തുടങ്ങാൻ പറ്റാത്ത? അനുവാദം തരണം. ആരുടെ അനുവാദം? സർക്കാരിന്റെ. ഇപ്പൊ പിണറായി വിജയൻ സർക്കാരിലെ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് അല്ല ഈ 9 വർഷത്തിനിടെ 9 വർഷത്തിനിടെ നാളെ റിപ്പോർട്ട് ചെയ്യാൻ ഈ പണി തുടങ്ങിയിട്ട് ഇന്ന് നിർത്തിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ ഈ സൈസ് തോന്നിയാസം ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായമുള്ളൊരു മനുഷ്യനല്ലേ? അയാൾ നമ്മുടെ നാടിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ട് ഈ വർഗീയവാദം അദ്ദേഹം പറഞ്ഞിട്ട് ഒരു തരത്തിലും അദ്ദേഹത്തെ ഒരു ഗവൺമെന്റും തൊടത്തില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി, ഉത്തമമായ ബോധ്യത്തോടുകൂടി ഈ നാട്ടിൽ അദ്ദേഹം ഒരു സമൂഹത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തി ഇത്ര കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കുമ്പോൾ ആ മനുഷ്യന്റെ പ്രായമെങ്കിലും മാനിച്ചിട്ട് വേണ്ടേ അദ്ദേഹത്തിന്റെ തൊണ്ടയെ കിട്ടുന്ന രൂപത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ പാടണ്ട. അദ്ദേഹത്തിന് ഇങ്ങനെ ഉത്തരം മുട്ടിക്കാൻ പാടണ്ട. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഹൃദയാഘാതം വല്ല സംഭവിച്ചു പോയി ആരുത്തരം പറയും? റിപ്പോർട്ട് ചെയ്യാനുള്ള ഇതൊന്നും മാധ്യമധർമ്മത്തിൽപ്പെട്ട പണിയല്ലേ നിന്നും. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന മാധ്യമധർമ്മമല്ല. ഒരു പ്രായം ചെന്ന മനുഷ്യനെ ഇങ്ങനെ ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന്റെ ഈ ഭാഗത്താണ് കെട്ടിപ്പോയത്. ആരോട് പറയും ഈ വിലാപം? ആരോട് പറയും നമ്മൾ ഈ സങ്കടം? ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന മനുഷ്യനല്ലേ? അയാളൊരു ബഹുമാനം വേണ്ടേ? അദ്ദേഹം പർവ്വതം പോലെ മല പോലെ ഇങ്ങനെ കുന്നുകൂട്ടി എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടാണ് ഇതൊക്കെ പറയുന്നറിയോ ഒരു സമുദായത്തിനെതിരെ? ഒരൊറ്റ മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് ചെയ്യാനുകാരൻ അതിന് തീട്ട് കളഞ്ഞില്ലേ? ഒരൊറ്റ ചോദ്യം കൊണ്ട്. ഇങ്ങനെ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ അഭിപ്രായം ചെയ്യാൻ പാടില്ല. വളരെ മോശമാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? വളരെ വളരെ മോശമാണ്. എന്തൊക്കെ തന്നെ ഇത്ര പ്രായമുള്ളൊരു മനുഷ്യനല്ലേ? എന്തെങ്കിലും സംഭവിച്ചോ എന്ത് ചെയ്യും? ഷടാ, ഞാനൊന്നും അംഗീകരിക്കത്തില്ല. ശരിയാ.